ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി പാനറ്റോക്സ്. അപ്പൊ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ലിങ് ജോയുടെ വീട്ടിലേക്ക് വരുന്നതാണ്. എന്നിട്ട് ജോയോടും ലിങ് അവളുടെയും ചെങ്ങിന്റെയും കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. ചെങ് അവളെ പ്രപ്പോസ് ചെയ്തു, അവൾ ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തു എന്ന്. ഒപ്പം തന്നെ അവൾ ഡിസൈഡ് ചെയ്യുന്നുണ്ട് അവളുടെ മകനെ പറ്റിയിട്ട് ചെങ്ങിനോട് പറയുമെന്നും. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട് ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടും ചെങ്ങ് ലിങ്ങിനെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും അവക്കൊന്നുമില്ല, അറ്റ്ലീസ്റ്റ് അവൻ അവളെ ഇഷ്ടപ്പെട്ടിരുന്നല്ലോ. ഇതേ സമയം മറ്റാരും തന്നെ ഹെൽപ്പിനില്ലാത്തതുകൊണ്ട് നമ്മുടെ ചെങ്ങ് തന്നെ വീട്ടിൽ നിന്നും എല്ലാ പൂക്കളും മാറ്റുന്നതാണ് ലിങ്ങിന്റെ അലർജി കാരണം. അടുത്ത ദിവസം രാവിലെ തന്നെ ചെങ്ങ് ഓഫീസിലേക്ക് വന്ന് റൂഡായിട്ട് ലിങ്ങിനോട് ക്യാബിനിലേക്ക് വരാനായിട്ട് വിളിക്കുകയാണ്. ഇത് കേട്ട് എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഇന്ന് ചെങ്ങ് നല്ല ആംഗ്രി മൂഡിലാണ് വന്നിരിക്കുന്നതെന്നും. പക്ഷെ ക്യാബിനിലേക്ക് എത്തിയ നമ്മുടെ ലിങ്ങിനെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്ന നമ്മുടെ ചെങ്ങിനെയാണ് കാണിക്കുന്നത്. പിന്നീട് ലിങ്ങും ചെങ്ങിനോട് ചോദിക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾ ഫ്രീ ആണോ വൈകിട്ട്, എനിക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയാണ്. ചെങ്ങും പറയുന്നുണ്ട് ഞാൻ ഫ്രീ ആണ്, എന്താ നിനക്ക് എന്നോടുള്ള പ്രണയം തുറന്നു പറയാനും വേണ്ടിയിട്ട് വല്ല ആണോ എന്ന് ചോദിച്ച് രണ്ടുപേരുടെയും ഓഫീസ് റൊമാൻസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ഹെഡ് ക്വാർട്ടേഴ്സിന് തിരിച്ചെത്തിയ എറിക്കിനെ കാണാനായിട്ട് അവന്റെ വീടിന് ഫ്രണ്ടില് വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഒരുങ്ങിയൊക്കെ നിൽക്കുന്ന നമ്മുടെ ജോയാണ്. പക്ഷെ കഥവ് തുറക്കുന്നത് വേറൊരു പെണ്ണാണ്. അവിടെ തന്നെ നമ്മുടെ എറിക്കും എത്തുന്നുണ്ട്. ഇവളുടെ പേരാണ് മോ യൂണിയൻ. എറിക്ക് അവളോട് ചോദിക്കുകയാണ് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അവളും പറയുന്നു സോറി, ഞാൻ ചോദിച്ചിട്ട് വരാനത് എന്റെ തെറ്റ് എന്ന് പറഞ്ഞിട്ട് ആ നിൽക്കുന്ന പെണ്ണിനോട് നീ എന്താ ഇവിടെ, നീ പെട്ടെന്ന് എന്തിനാ തിരിച്ചു വന്നേ എന്ന് ചോദിക്കാണ്. അപ്പോഴാണ് എറിക്കും അവളെ അകത്ത് പറഞ്ഞു വിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ജോയെ അകത്തേക്ക് കയറ്റാതെ പുറത്തു എത്തി തന്നെ സംസാരിക്കുന്നത്. യൂണിയൻ ഇപ്പൊ തിരിച്ചു വരാൻ കാരണം അവൾ അവളുടെ ഹസ്ബൻഡുമായിട്ട് ഒരു ഡിവോഴ്സിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അവൾ അയാളെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, അതിന് മുന്നേ മറ്റൊരാളെ അവൾക്ക് കിട്ടിയല്ലോ ഇപ്പോ എന്ന് ചോദിക്കാണ്. എരിക്കുമായി ആ പെണ്ണിനെ കണ്ടത് ജോയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അവനോട് ദേഷ്യപ്പെട്ട് അവനെ കൂടുതലൊന്നും പറയാൻ സമ്മതിക്കാതെ അവിടെ നമ്മൾ പോവുകയാണ്. ലിങ് ചെങ്ങ് പറഞ്ഞ പ്രകാരം ഇവര് പഠിച്ച സ്കൂളിലെ ഒരു ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ചെങ്ങിന്റെ എല്ലാ സ്കൂൾ റിപ്പോർട്ടും മേടിക്കാനായിട്ട് എത്തിയിരിക്കുന്നതും അത് പിന്നീട് ചെങ്ങിനെ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നതും കാണിക്കുന്നുണ്ട്. എന്നിട്ട് ലിങ് ചെങ്ങിനോട് പറയുന്നുണ്ട് ചെങ്ങ് ട്രാൻസ്ഫർ ആയി പോയതിനു ശേഷം ചെങ്ങിന്റെ അമ്മ ആ സ്കൂളിന് വേണ്ടിയിട്ട് കുറെ അധികം കാശുകൾ ഡൊണേഷനായിട്ട് കൊടുത്തിട്ടുണ്ടെന്നും അവൻ പഠിച്ചിരുന്ന കാലത്ത് ഡൊണേഷൻ കൊടുത്തിരുന്നില്ല, പക്ഷെ അവൻ ട്രാൻസ്ഫർ ആയി പോയതിനു ശേഷം ഇങ്ങനെ ഡൊണേഷൻ ഒക്കെ കൊടുക്കുന്നതിൽ നമ്മുടെ ലിങ്ങിന് എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ചെങ്ങിന് ഒന്നും തന്നെ തോന്നുന്നില്ല, ഇതെല്ലാം ക്വൈറ്റ് നോർമൽ ആയിട്ട് തന്നെ അവന് തോന്നുന്നത്. പക്ഷെ എന്നാലും അതിനകത്ത് എന്തോ ഒരു സ്മെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മളെ ലിങ്ങും. നീ അതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും ചിന്തിക്കേണ്ട എന്നാണ് നമ്മളെ ലിങ്ങിനോട് അവൻ പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് മൈക്കിൾ നമ്മുടെ ലിങ്ങിനെ കോഫി കുടിക്കാനായിട്ട് വിളിക്കുന്നതാണ്. അവള് വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ലിങ്ങിനെ വലിച്ചെടുത്തോണ്ട് മൈക്കിൾ പോവുകയാണ്. എന്നിട്ട് ലിങ്ങിനോട് ചോദിക്കുന്നുണ്ട് നീയും ചെങ്ങും ഡേറ്റ് ചെയ്യുകയാണോ. ലിങ് മൈക്കിളിനോട് പറയാണ് എനിക്ക് നീ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെങ്ങ അവിടെ വന്നിട്ട് പറ നീ എന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് എന്ന് പറയാണ്. എന്നിട്ട് ചെങ്ങ ഒന്നും കൂടെ പറയുന്നുണ്ട് ഇവൾ എന്റെ ഗേൾഫ്രണ്ട് ആണെന്ന്. അപ്പോഴാണ് മൈക്കിൾ അവനോട് ചോദിക്കുന്നത് നീ ഇവളുടെ കാര്യത്തില് സീരിയസ് അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ് ലിങ്ങിനോടും പറയാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷെ നീ എന്നെ തിരിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, നീ മറ്റാരെ ഡേറ്റ് ചെയ്താലും ചെങ്ങിനെ ഡേറ്റ് ചെയ്യരുത്, കാരണം ഇവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പില് സീരിയസ് അല്ല എന്ന് പറയാണ്. ചെങ്ങ മൈക്കിളിനോട് ദേഷ്യപ്പെട്ടിട്ട് നീ എന്താണ് ഈ പറയുന്നതെന്ന് പറഞ്ഞ് അവനെ കുറച്ച് ഇൻസൾട്ട് ചെയ്യാണ്. ഇതേസമയം അവിടെ കുറച്ച് എംപ്ലോയീസ് വരുമ്പോൾ ഇവർ രണ്ടുപേരും അങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. പിന്നീട് മൈക്കിളിൽ നിന്ന് ദൂരെ അകന്ന് നിൽക്കണം എന്ന് ചെങ്ങ് നമ്മുടെ ലിങ്ങിനോട് അഡ്വൈസ് കൊടുക്കുന്നതും കാണിക്കുകയാണ്. എന്നിട്ട് കമ്പനിയിൽ ഇപ്പൊ ഇരിക്കുന്നവരോട് എല്ലാവരോടും നമ്മുടെ ചെങ്ങ് ഒരു കാര്യം പറയാണ്, നിങ്ങൾ ഇപ്പൊ എല്ലാവരും പുറത്തു പോയില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരുടെ സാലറി ഞാൻ കട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും പുറത്തു പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലിങ്ങിനെ ഫ്രണ്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് കമ്പനിയിൽ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിനി ഫ്രീ ആയിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞ് അവർ സന്തോഷിക്കുന്നതും കാണിക്കുകയാണ്. ഇതേസമയം മൈക്കിളിനെയും ബേഷാജിനെയും കാണിക്കുകയാണ്. ഇവർ രണ്ടുപേരും അവരുടെ മനസ്സ് തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കരഞ്ഞ് കരഞ്ഞ് പാടി തീർക്കാണ്. ഇതേസമയം ലിങ്ങും ചെങ്ങും ഒരു റെസ്റ്റോറന്റില് ഡിന്നർ കഴിക്കാനായിട്ട് എത്തുമ്പോഴാണ് അവിടെ നമ്മുടെ ചെങ്ങിന്റെ അമ്മ വന്നിട്ട് പറയുന്നത് എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്യുന്നുണ്ടെന്ന്, പക്ഷേ ചെങ് നിനക്കറിയാമോ ഇവക്കൊരു മകനുണ്ടെന്ന് എന്ന് ചോദിച്ച് അവളും അവളുടെ മകനും നിൽക്കുന്ന ഫോട്ടോ കാണിക്കുകയാണ്. പക്ഷെ ഈ ഫോട്ടോ കണ്ടിട്ടൊന്നും ചെങ്ങ് വിശ്വസിക്കുന്നില്ല. എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് ഞങ്ങളെ ഇങ്ങനെ പിരിക്കാമെന്നൊന്നും നിങ്ങൾ ശ്രമിക്കണ്ട എന്ന് പറയാണ്. അപ്പോഴാണ് ലിംഗം പറയുന്നത് നിന്റെ അമ്മ പറഞ്ഞത് ശരിയാണ്, ഇതെന്റെ മകനാണ്, അവനാണ് ഡൂഡു, അല്ലാതെ പെറ്റല്ല, എന്റെ മകന്റെ പേരാണ് ഡൂഡു എന്നും പറയാണ്. ഇത് പറയാൻ കൂടിയാണ് ഞാൻ ഇന്ന് വൈകുന്നേരം നിന്നെ കാണണം എന്ന് ആവശ്യപ്പെട്ടത്. ഈ കള്ളത്തരം ഞാൻ ജോലിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ കരുതിയിരുന്നില്ല ഞാൻ നീയായിട്ട് പ്രണയത്തിലാകുമെന്ന്. പക്ഷെ ചെങ്ങിന് ഇതുവരെയും വിശ്വാസം വരാത്തോണ്ട് തന്നെ അവൻ പറയാണ് എനിക്കറിയാം എന്റെ അമ്മ നിന്നെ പേടിപ്പിച്ചിട്ടാണ് ഇങ്ങനെ നീ പറയുന്നതെന്ന്, നീ ഇവരെ പേടിക്കേണ്ട ഒരാവശ്യവുമില്ല എന്ന് പറയുമ്പോൾ ലിംഗം പറയുന്നുണ്ട് ഇതെല്ലാം കള്ളമല്ല, ഇതെല്ലാം സത്യമാണെന്നും. ലിംഗം ചെങ്ങിന്റെ അമ്മയോട് പറയുന്നുണ്ട് എനിക്കറിയാം ഞാൻ ചെങ്ങിനെ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന്. ആ സമയം നമ്മുടെ ചെങ്ങ് ലിങ്ങിന്റെ കൈ പിടിച്ചിട്ട് അവളോട് പറയുന്നുണ്ട് നീ എന്റെ അമ്മയ്ക്ക് ഒരു എക്സ്പ്ലനേഷനും കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, മറ്റാർക്കും എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് അവളെ വിളിച്ചുകൊണ്ട് പോവുകയാണ്.
അവന്റെ അമ്മയും സങ്കടപ്പെടുന്നുണ്ട്. ഞാൻ എന്റെ മകന്റെ കണ്ണില് ഇത്രയ്ക്ക് സെൽഫിഷ് ആണോ, ഞാൻ ഇതൊക്കെ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ലേ എന്ന് ചിന്തിച്ചിട്ട് അവരും മനസ്സിലാക്കാണ് അവരുടെ തെറ്റ്. അകത്തു നിന്ന് കൈ പിടിച്ച് കൊണ്ടുവന്നെങ്കിലും പുറത്തെത്തി കൈ വിടുകയാണ് അവനും. എന്നിട്ട് ലിങ്ങിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്റെ അടുത്ത് നേരത്തെ സത്യം പറയാനത്, ഇത്രയും നാളും അത് മറച്ചു വെച്ചെന്തിനാ, എന്നെ ഒരു പൊട്ടനാക്കിയത് എന്തിനാ എന്ന് ചോദിക്കുകയാണ്. ലിങ് ചെങ്ങിനോട് സോറി പറയുന്നുണ്ടെങ്കിലും അവനെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാനായിട്ടാണ് ആവശ്യപ്പെടുന്നത്. കാറിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ചെങ്ങിനോട് അവൾ പറയുന്നുണ്ട്, ഞാൻ എന്റെ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നീ ഇനി ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. അപ്പോഴാണ് ചെങ്ങൻ പറയുന്നത്, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട്, അപ്പൊ നീയും ഇതെല്ലാം അനുഭവിക്കണം. നീ എങ്ങാനും ഇനി ക്വിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നീ കോൺട്രാക്റ്റിനകത്തുള്ള റൂൾസ് തെറ്റിച്ചെന്ന രീതിയിൽ ഞാൻ കേസ് കൊടുക്കുമെന്നും പറയാണ്. രാത്രി നമ്മുടെ ചെങ്ങിന്റെ വീട്ടിന്റെ പുറത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് ജോയെ വിളിക്കുന്ന ലിങ്ങിനെ കാണിക്കുന്നുണ്ട്. അവിടേക്ക് ഓടി നമ്മുടെ ജോയും എത്തുകയാണ്. അവിടുത്തെ ജോയോടും അവൾ നടന്ന എല്ലാ കാര്യങ്ങളും പറയാണ്. ജോവലോട് പറയാണ്, ഇതിനകത്ത് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ട് നമ്മുടെ ലിങ്ങിനെയും അവൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ്, ചെങ്ങിന് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരം വേണം, അതുകൊണ്ട് നീ കുറച്ച് ടൈം കൊടുക്ക് എന്ന് പറയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ലിങ്ങിന്റെ എക്സ് ഹസ്ബൻഡ് അവളെ വിളിച്ച് ഡൂഡുവിനെ അവളെ കാണണം എന്ന് പറയുന്നതാണ്. ലിങ് അവിടെ എത്തുന്നുണ്ടെങ്കിലും ഡൂഡുവിനെ അവിടെ കാണുന്നില്ല. അപ്പൊ അയാളും പറയുന്നുണ്ട്, ഡൂഡു നിന്നെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞ് കാറി കിടന്ന് ഉറങ്ങിപ്പോയെന്ന്. എന്നിട്ട് അയാളും പറയുന്നുണ്ട്, നിന്റെ പേരൻസ് എന്നെ വിളിച്ചിരുന്നു, നീ ഇതുവരെയും അവരോട് നമ്മുടെ ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ. ലിംഗം പറയുന്നുണ്ട്, ഞാനൊരു ശരിയായ സമയം നോക്കി പറയാന്ന് കരുതിയിരിക്കുകയാണ്, എന്റെ ലൈഫ് മോശമായി നടന്നു കഴിഞ്ഞാൽ അവർ സങ്കടപ്പെടും, ഞാൻ എടുത്ത ചോയ്സ് തെറ്റാണെന്നും അവർ കരുതും. അപ്പോഴാണ് അവളുടെ എക്സ് ഹസ്ബൻഡും അവളോട് ആവശ്യപ്പെടുന്നത്, നമുക്ക് ഡൂഡുവിന് വേണ്ടിയിട്ട് ഒന്നും കൂടി കല്യാണം കഴിക്കാമെന്ന്. അപ്പൊ അവളും അത് വേണ്ട, അതെങ്ങനെ ശരിയാവാനാണ്, നിനക്ക് ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഇനി വൈഫിനെയും കൂടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് അവൾ അവിടുന്ന് പോവുകയാണ്. നെക്സ്റ്റ് ഡേ ചിങ്ങിനെ അവൾ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും വലുതായിട്ടൊന്നും അവളെ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ ചിങ്ങ് ഇഗ്നോർ ചെയ്യാണ്. പക്ഷെ ഇതേ സമയം ഓഫീസിലെ മൈക്കിള് സ്വയം സത്യസന്ധനായിട്ടിരിക്കാനും വേണ്ടിയിട്ട് അവന്റെ എല്ലാ പഴയ സ്റ്റൈലും രീതികളും കളഞ്ഞ് അവന്റെ നോർമൽ ആയിട്ടുള്ള രീതിയിൽ 100% ട്രൂ സെൽഫ് കാണിച്ച് അവിടെ എത്തുകയാണ്. എല്ലാരും ഇവന്റെ ഈ ഒരു ചേഞ്ച് കണ്ട് ഇംപ്രസ് ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലിങ്ങിനെ ഇഗ്നോർ ചെയ്യുന്ന ചെങ്ങിനെയാണ്. ഒരു മീറ്റിംഗിൽ അവൾ അവളുടേതായ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതെല്ലാം ഇഗ്നോർ ചെയ്യുന്ന ചെങ്ങിനെയാണ് കാണിക്കുന്നത്. പിന്നീട് പണ്ടത്തെക്കാളിലും കൂടുതലായിട്ട് അവളെ ടോർച്ചർ ചെയ്യുന്നുണ്ട് ചെങ്ങ്. അങ്ങനെ ഇതൊക്കെ ആലോചിച്ച് അവൾ ഒറ്റയ്ക്ക് സങ്കടപ്പെട്ടിരുന്ന് കരയുന്നതും കാണുന്നുണ്ട്. ഇതിനുശേഷം ലിങ് ജോയിയുടെ കൂടെ നിൽക്കാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്നത് കാണിക്കുകയാണ്. പിന്നീട് നമ്മുടെ എറിക്കും ജോയും ലഞ്ചിന് പോകാൻ നേരമാണ് യുൻയുൻ അവരുടെ കൂടെ കൂടുന്നത്. പക്ഷേ ഇതൊന്നും നമ്മുടെ ജോയ്ക്ക് ഇഷ്ടപ്പെടാതെ അവൾ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ചെങ്ങിനെ വീട്ടിലാക്കിയിട്ട് ജോയിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡിയാകുന്ന നമ്മുടെ ലിങ്ങിനെ കാണിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു മെസ്സേജ് വരുവാണ്. ചെങ്ങിന്റെ വീടിന്റെ ഏരിയയിൽ പവർ കട്ടെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അവളും അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ എത്തി അവളും നമ്മുടെ ചെങ്ങിനോട് ചോദിക്കുകയാണ്, ഓഹോ ഞാൻ വെച്ച സോളാർ ലാമ്പ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെങ്ങ് അവളോട് ചോദിക്കുന്നുണ്ട്, നീ അവിടെ ഇവിടെ ഒന്നും നോക്കാതെ എന്നെ നോക്ക് എന്ന് പറഞ്ഞ് അവനും അവളെ കിസ് ചെയ്യാൻ ചെല്ലുകയാണ്. അവൻ അവളെ അവസാനം അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്, കാരണം അവൻ അവളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട്. പിന്നീട് പുറത്ത് 2 സെക്യൂരിറ്റീസ് നിന്ന് പറയുന്നുണ്ട്, ഈ വീട് എന്തൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള വീടാ, മറ്റേത് ഫുൾ ലൈറ്റ് ഓൺ ആയിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ച് പവർ കട്ട് ഉണ്ടാക്കിച്ചിരിക്കുന്നു. ഇതോടെ മനസ്സിലാക്കാം ചെങ്ങ് മനഃപൂർവ്വം ലിങ്ങിനെ വീട്ടിലേക്ക് വരുത്താനുള്ള ഒരു പണി ഒപ്പിച്ചാണെന്ന്. ഇതിനുശേഷം നമ്മുടെ ചെങ്ങ് ലിങ്ങിനെ ഒരു ലേഡിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. ഇത് ചെങ്ങിന്റെ അച്ഛന്റെ മറ്റൊരു വൈഫാണ്. ഇവര് ചെങ്ങിന്റെ അമ്മയുടെ ഫ്രണ്ടുമാണ്. ഇവര് ചെങ്ങിന്റെ അച്ഛനുമായി കൂടുതൽ എടുക്കാനായിട്ടാണ് ചെങ്ങിന്റെ അമ്മയുമായിട്ട് സൗഹൃദമായത്. എന്നിട്ട് ചെങ്ങിന്റെ അച്ഛനെ പ്രണയത്തിലാക്കി കല്യാണം കഴിച്ചു. അവർക്ക് ഒരു മകനുമുണ്ട്. ചെങ്ങിന്റെ അമ്മ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ചെങ്ങിൽ നിന്നും ഇത് മറച്ചു വെച്ചു. അവനെ സങ്കടപ്പെടുത്താതിരിക്കാനും അവന്റെ അച്ഛന്റെ ഇമേജ് കളയാതിരിക്കാനും അവരിതെല്ലാം ഒറ്റയ്ക്ക് മനസ്സിൽ വെച്ച് സ്വയം അനുഭവിച്ച് തീർക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ചെങ്ങിന്റെ അമ്മ ആ ലേഡിയെയും അവരുടെ മകനെയും ഫിനാൻഷ്യലി സപ്പോർട്ടും ചെയ്തിരുന്നു. ചെങ്ങ് ഇതൊക്കെ അറിഞ്ഞിട്ട് വളരെയധികം വിഷമിക്കുന്നുണ്ട്. തന്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്. ചെങ്ങ് അവന്റെ സ്റ്റെപ്പ് ബ്രദറിനെ അക്സെപ്റ്റും ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണാമെന്നും പറയുന്നുണ്ട്. എന്നിട്ട് ചെങ്ങ് ഒരിടത്തേക്ക് പോവുകയാണ്. അവിടെ ആയിരുന്നു പണ്ട് അവന്റെ പേരൻസ് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അവൻ അവരെ വെയിറ്റ് ചെയ്തിരുന്ന സ്ഥലം. ഇതേ സമയം തന്നെ ചെങ്ങിന്റെ അമ്മ അവിടെ എത്താണ്. ചെങ്ങ് കുറച്ച് വൈൻ കുടിച്ചിട്ടുണ്ട്. ഇപ്പൊ ചെങ്ങിന്റെ അമ്മയോടും അവൻ ഹൃദയത്തിൽ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ കാര്യങ്ങൾ ഡീല് ചെയ്യുന്നത് എന്ന രീതിയിൽ എനിക്ക് നിങ്ങൾ ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് കുറെ അധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അമ്മേ, നിങ്ങൾ പണ്ട് നല്ല രീതിയിൽ ചിരിക്കുമായിരുന്നല്ലോ, പക്ഷേ ഇപ്പോൾ ആ ചിരിയൊന്നും കാണാത്തോണ്ട് തന്നെ അതെങ്ങനെയാണെന്ന് ഞാൻ മറന്നുപോയി. ഒന്ന് എനിക്ക് വേണ്ടി ചിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എന്നെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു അത്ഭുതമാണ് എന്ന് പറയാണ്. പിന്നീട് രാത്രിയിൽ ചെങ്ങിനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങൊരു കേക്കുമായി വന്ന് അവന് ബർത്ത്ഡേ വിഷ് പറയാണ്. ചെങ്ങിൽ ഇങ്ങനോട് ചോദിക്കുന്നുണ്ട്, ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ലിങ് പറയാണ്, നിന്റെ അമ്മയാണ് എന്നോട് പറഞ്ഞതെന്നും. എന്നിട്ട് ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഒരു ബൊക്കെ ഫ്ലവർ കൊണ്ടുവന്ന് അവന്റെ കൈ കൊടുക്കുമ്പോൾ അവൻ അത് മേടിച്ചെറിയാണ്. നീ എന്തിനാ അത് വലിച്ചെറിഞ്ഞ്? ഞാൻ ആദ്യമായിട്ട് ഒരു ചെറുക്കിന് ഫ്ലവർ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ അവനും പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് ഒരു പെണ്ണിന്റെ ഇന്ന് ഫ്ലവർ വാങ്ങുന്നതെന്നും. എന്നിട്ട് ചെങ്ങും പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് നിന്റെ ഫ്ലവേഴ്സ് ഒന്നും വേണ്ട, കാരണം ഇത് നിനക്ക് അലർജിയാണ്. അങ്ങനെ ആശുപത്രിയിൽ പോലും പോവേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോഴാണ് നമ്മുടെ ചെങ്ങിനോട് ലിങ് അവളുടെ പ്രണയം പറയുന്നത്. നിനക്കെന്നെ റിജക്ട് ചെയ്യാനായിട്ട് ഒത്തിരി
ഒത്തിരി റീസൺസ് ഉണ്ട്. ഞാൻ നിന്നേക്കാളും മൂത്തതാണ്, ഡിവോഴ്സ്ഡ് ആണ്, ഒരു കുട്ടിയുമുണ്ട്. പക്ഷേ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെങ് അവളോട് പറയാണ് ഞാൻ നിന്നേക്കാളും നിന്നെ ഇഷ്ടപ്പെടുവാണെന്ന്. എന്നിട്ട് അവനും പറയുന്നുണ്ട് അന്ന് ഞാൻ മനഃപൂർവ്വം നീ എന്റെ അടുത്തേക്ക് തിരിച്ചു വരാനും വേണ്ടിയിട്ടാണ് ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തത് എന്നും പറയാണ്. എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് ഒരു റൊമാൻറ്റിക് നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതോടുകൂടിയിട്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് മുഴുവനും നമ്മുടെ ലിങ്ങിന് ഇമോഷൻസിന്റെ റോളർ കോസ്റ്റർ ആയിരുന്നു. സന്തോഷത്തിൽ നിന്ന് സങ്കടത്തിലേക്ക്, സങ്കടത്തിൽ നിന്ന് പിന്നെയും സന്തോഷത്തിലേക്ക്. അപ്പോൾ ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ബൈ, താങ്ക് യു.